നെന്മാറയിൽ നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമര പിടിയിൽ. ഭാര്യയെ കൊലപ്പെടുത്താൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നു. അത് പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഇരട്ട കൊലപാതകം നടത്തിയതെന്ന് പോലീസിന് ഇയാൾ മൊഴി നൽകി. കൊലപാതകത്തിന് ശേഷം പോത്തുണ്ടി മേഖലയിൽ ഒളിവിലായിരുന്ന ചെന്താമരയെ വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ് പിടികൂടിയതെന്ന് പോലീസ് വ്യക്തമാക്കി. ചേട്ടൻ ഇവിടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് അനിയൻ വരും സാർ ഭക്ഷണം കഴിക്കാൻ, 2 ദിവസത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെയൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അയാൾ വരാൻ വിളിച്ച് ട്രാപ്പ് വെച്ചിരിക്കുകയായിരുന്നു. അയാൾ വന്ന് പെട്ടു. ചേട്ടനെ തറവാട്ട് വീട്ടിൽ കൊണ്ടാക്കിയത്. പക്ഷേ അയാൾ തറവാട്ട് വീട്ടിലേക്ക് വരുന്നതിന് പകരം അയാളുടെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ ആൾറെഡി പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു, പാടത്ത്. അവരാണ് പിടിച്ചത്. ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചരട് മാത്രം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് ലോക്കപ്പിലാക്കിയപ്പോൾ. അതെ അതെ, അന്ന് 4 ദിവസം എടുത്തു. ഇന്ന് ഞങ്ങൾ 48 മണിക്കൂറിനകം പിടിച്ചു. മെഡിക്കൽ കഴിഞ്ഞു. പുള്ളി ആരോഗ്യവാനാണ്. BP നോക്കി വിഷം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധന നടത്തി. നാട്ടുകാർ മലയിലൊക്കെ തരാനായിട്ട് നന്നായി സഹായിച്ചു. രാത്രി നാട്ടുകാരില്ല, നാട്ടുകാർ രാത്രി ഉണ്ടായിരുന്നെങ്കിൽ അവനെ തല്ലിക്കൊന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നാട്ടുകാർ ഇപ്പോൾ സഹായം ഞങ്ങൾ രാത്രി ആവശ്യപ്പെട്ടു. അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, കഴിഞ്ഞ 48 മണിക്കൂർ എന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു 11 മണിയോടെയാണ് ഇയാൾ പിടിയിലായി എന്ന വാർത്തകൾ വരുന്നത്. അത്രയും സമയം നാടിനെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ഒരു തെരച്ചിലായിരുന്നു അവിടെ നടന്നത്. അതിനൊടുവിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതിനുശേഷം ഇന്നലെ രാത്രി അർദ്ധരാത്രിക്ക് ശേഷവും അവിടെ നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇന്നലെ രാത്രി സംഭവിച്ചത്? ഇന്ന് പോലീസിന്റെ പ്ലാൻ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ശ്രീജ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലത്തൂരിലാണ്. ഇവിടെയാണ് ചെന്താമര ഉള്ളത്. ആലത്തൂർ DYSP ഓഫീസിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലാണ് പ്രതിയുള്ളത്. നമ്മളതിന് മുമ്പിലാണുള്ളത്. അത്യധികം നാടകീയ നീക്കങ്ങളാണ് ഇന്നലെ സംഭവിച്ചത്. രാത്രി 8 മണിയോടെ ചെന്താമര പോത്തുണ്ടി മാട്ടായി ഭാഗത്തുണ്ടെന്ന വിവരം പരക്കുകയും തുടർന്ന് നാട്ടുകാർ ഒന്നടങ്കം പോലീസും ചേർന്ന് ആ മേഖല അരിച്ചു പെറുക്കുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധ പോത്തുണ്ടി മാട്ടായി ഭാഗത്ത് മാത്രം നിൽക്കുന്ന സമയത്ത് പ്രതിയെ ചെന്താമരയെ അയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും 11 മണിയോടെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇത് വളരെ പോലീസിന്റെ നീക്കങ്ങൾ വളരെ കൃത്യതയാർന്നത് തന്നെയായിരുന്നു. ഒരു തരത്തിലും ഈ ഒരു നീക്കത്തിൽ മുൻപത്തെ അനുഭവങ്ങൾ വെച്ച് പോലീസ് നടത്തിയ പദ്ധതി പാളിപ്പോയിരുന്നില്ല. കാരണം ഇയാൾ മലയിറങ്ങുമെന്ന് പോലീസിന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കുവാനുമായിട്ട് ഇയാൾക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ അതുപ്രകാരം ഇയാൾ വരാൻ സാധ്യതയുള്ള ഇടങ്ങളെല്ലാം പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെ ഇയാൾ ആദ്യം സഹോദരൻ്റെ വീട്ടിലേക്ക് വരുമെന്നാണ് കണക്കാക്കിയെങ്കിലും ഇയാൾ സ്വന്തം വീട്ടിലേക്ക് തന്നെ വന്ന് അവിടെ വെച്ച് പോലീസ് ഇയാളെ പിടികൂടുകയും അവിടെ നിന്ന് നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ തേടിയുള്ള ജനരോഷം ഒഴുകിയെത്തുകയായിരുന്നു. രാത്രിയേറെ വൈകിയാണ് അവിടെ ജനങ്ങളെ പിരിച്ചുവിടാൻ സാധിച്ചത്. ഇയാളെ ജനങ്ങൾക്ക് വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് അവിടെ നാട്ടുകാർ ഒന്നടങ്കം വലിയ പ്രതിഷേധവുമായി എത്തുകയും അവരെ പിരിച്ചുവിടാൻ പോലീസിന് ലാത്തി വീശേണ്ട സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തു. അത്രമാത്രം വലിയ ജനരോഷമാണ് ചെന്താമരയ്ക്കെതിരെ ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ ഇപ്രകാരമാണ്. അതായത് ചെന്താമരയും സുധാകരനുമായിട്ട് ഈ കൊലപാതകത്തിൻ്റെ തലേ ദിവസം വാക്ക് തർക്കമുണ്ടായിരുന്നു. ഇങ്ങനൊരു വാക്ക് തർക്കം കൂടി ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചു എന്ന വിലയിരുത്തലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിരീക്ഷണമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. അതിനെ തുടർന്നാണ് ചെന്താമര ഇവരെ കൊല്ലാനുള്ള പദ്ധതിയിട്ടതും തുടർന്ന് മനുഷ്യത്വം മരവിക്കുന്ന തരത്തിലുള്ള ഈ ഒരു കൃത്യം നിർവഹിച്ചതുമെന്നാണ് അറിയാനാകുന്നത്. നേരത്തെ തന്നെ ഇയാൾ ഒരു കൊലപാതകം നടത്തിയിരുന്നതാണ്. അതിനെ തുടർന്ന് ഏറ്റവും ഈ ഒരു കൊലപാതകത്തിൽ നിൽക്കാതെ തൻ്റെ ഭാര്യയെയും മകളുടെ ഭർത്താവിനെയും വരെ കൊല്ലാൻ ഇയാൾ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നുവെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അത്യധികം ഒരു മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത ഒരു സൈക്കോ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള സ്വഭാവമാണ് ഇയാൾക്കുള്ളത്. ആരെയും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാവുന്ന അവസ്ഥ. എല്ലാവർക്കും ഭീതിയോടെ മാത്രമേ ഇയാളെ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. കാഴ്ചയിൽ ദുർബലനാണെങ്കിൽ പോലും ഇയാളുടെ പ്രവൃത്തി അതൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത തരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നാടിനെ മുഴുവൻ പേടി സ്വപ്നമായിട്ട് ചെന്താമര മാറിയിരുന്നു. ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ പോലീസ് ഇയാളുടെ മൊഴി വിശദമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. മൊഴിയിൽ പലതും പറയുന്നുണ്ട്. ഇയാൾ യാദൃശ്ചികമായിട്ടാണ് ഈ കൊലപാതകം നടത്തിയത്. ഇയാൾ വടിവാൾ കൊണ്ടുവരുമ്പോൾ അത് ഈ സ്കൂട്ടറിൽ വരുന്ന സുധാകരനുമായി കൂട്ടിയിടിച്ച് അങ്ങനെ മുറിവ് പറ്റി എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതൊന്നും മുഴുവൻ വിശ്വസനീയമായിട്ട് നമുക്ക് പറയാനാകില്ല. എന്നിരുന്നാൽ പോലും മൊഴിയിൽ പല വൈരുദ്ധ്യങ്ങളും ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഇയാളെ ഈ ആയുധം വാങ്ങിച്ചത് യലമഞ്ചേരിയിൽ നിന്നാണ് എന്നൊരു വിവരവും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും ഇന്നിപ്പോൾ പോലീസിൻ്റെ നീക്കങ്ങൾ
ആലത്തൂർ DYSPയുടെ ഓഫീസിൽ വെച്ച് 10 മണിയോടെ SP-യുടെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ വാർത്താ സമ്മേളനത്തിൽ പോലീസ് ഈ നീക്കങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പുറത്തുവിടും, എന്തെല്ലാം നടപടികളുണ്ടെന്നുള്ളതും വ്യക്തമാക്കുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം ഇയാളെ ജുഡീഷ്യൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ ആലത്തൂർ തന്നെയുള്ള ആലത്തൂർ കോടതിയിൽ ഇയാളെ ഹാജരാക്കും. തുടർന്ന് റിമാൻഡ് ചെയ്യും. കസ്റ്റഡിയിൽ വാങ്ങലും തെളിവെടുപ്പും ഇന്നുണ്ടാകുമോ എന്ന കാര്യത്തിൽ വലിയ ഉറപ്പില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ പോലീസ് നടത്തിയ ഒരു തെരച്ചിൽ, നാട്ടുകാരെ കൂട്ടിയുള്ള തെരച്ചിൽ, അതും ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതേണ്ടി വരും. കാരണം ഇയാളെ നാട്ടുകാരുടെ കയ്യിൽ കിട്ടിയാൽ നാട്ടുകാർ തന്നെ ഇല്ലാതാക്കിയേനെ എന്ന് DYSPയുടെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ഉണ്ട്. അപ്പോൾ നാട്ടുകാരുടെ കയ്യിൽ പെട്ടാൽ ഇയാൾ തീർന്നു പോകുന്ന ഉറപ്പുള്ളതുകൊണ്ട് തന്നെ നാട്ടുകാരെ കൃത്യമായിട്ട് ആ മേഖലയിൽ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്ത് ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഇയാളെ തന്ത്രപരമായിട്ട് വലയിലാക്കി എന്ന് വേണം നമുക്ക് കരുതുവാൻ. എന്താണെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ ഇതുവരെയുള്ളതൊക്കെ നമുക്ക് പറഞ്ഞും കേട്ടും ഉള്ള വിവരങ്ങളാണ്. ആധികാരികമായിട്ട് പോലീസിൻ്റെ വാർത്താ സമ്മേളനത്തിൽ മാത്രമേ അവരുടെ വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവുകയുള്ളൂ. എന്നാലും നാടിനെ നടുക്കിയ ആ കൊലപാതകത്തിൻ്റെ പ്രതി പോലീസിൻ്റെ വലയിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി പോലീസിൻ്റെ വാർത്താ സമ്മേളനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയും എന്നുള്ളതും നമുക്ക് കണ്ടറിയേണ്ടതാണ്. ഒപ്പം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ആലത്തൂരിലാണ്. ആലത്തൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ തന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇയാളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നറിഞ്ഞ് അതിരാവിലേക്ക് തന്നെ ഇവിടേക്ക് ആളുകളൊക്കെ ധാരാളമായിട്ട് എത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വരും മണിക്കൂറുകളിൽ ഈ പ്രതിയെ പുറത്തിറക്കുന്ന സമയത്തൊക്കെ വലിയ ജനക്കൂട്ടമായിരിക്കും ഇവിടെ എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ സൂചിപ്പിക്കണം. കാരണം പോലീസിനെ നിയന്ത്രിക്കുവാൻ ഏറെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കാരണം അത്രയേറെ ജനരോഷം ചെന്താമരയ്ക്കെതിരെ ഉണ്ട്. മനുഷ്യത്വം ഉള്ളവർ എല്ലാം തന്നെ ഇതേ വികാരമായിരിക്കും ഒരുപക്ഷെ പങ്കുവെക്കുക. അതുകൊണ്ട് തന്നെ ചെന്താമരയെ കാണുവാനും ഒരുപക്ഷെ പ്രതിഷേധം കാണിക്കുവാനും അയാളെ കയ്യേറ്റം ചെയ്യാനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കാം എന്നൊരു മുൻകരുതലിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഇയാൾ ആലത്തൂരിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആലത്തൂരിലേക്കും ജനങ്ങൾ കൂടുതലായി രാവിലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ആലത്തൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും 10 മണിയോടെ SP മാധ്യമങ്ങളെ കാണും എന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള പോലീസിൻ്റെ ഇക്കാര്യത്തിലുള്ള നിരീക്ഷണങ്ങളും വിവരങ്ങളും ഒക്കെ ആ വാർത്താ സമ്മേളനത്തിലാകും വ്യക്തമാക്കുക. അതിനുശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഷംന ഉള്ളത് ഈ സുധാകരന്റെ കുടുംബത്തോടൊപ്പമാണ്, അല്ലെങ്കിൽ സുധാകരന്റെ വീടിന് സമീപത്താണ്. ഷംന, ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ആ പെൺകുട്ടികളുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിന് ഒരു മറുപടിയും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഇയാളെ പിടികൂടിയിട്ടുണ്ട് എന്ന വിവരം അവർക്ക് അല്പമെങ്കിലും ആശ്വാസം പകരുന്നതായിരിക്കും. എന്തായിരുന്നു ഇന്നലെ ഈ അർദ്ധരാത്രിക്ക് ശേഷം കുടുംബത്തിന്റെ ഒരു പ്രതികരണം, ഈ കുട്ടികളുടെയൊക്കെ പ്രതികരണം? ശ്രീജയ, തീർച്ചയായും ഒരു ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ് ഈ പ്രതിയെ പിടികൂടി എന്നുള്ളത്. ഈ പ്രതിക്ക് വധശിക്ഷ അടക്കം ഉറപ്പാക്കണം. കാരണം ഇനിയും ഇയാളെ ജയിലിൽ കൊണ്ടുപോയി അതല്ലെങ്കിൽ മറ്റ് ശിക്ഷകളാണ് കൊടുക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ജാമ്യത്തിലിറങ്ങി വീണ്ടും ഇയാൾ കൊലപാതകം നടത്താൻ കാരണമാകും. കാരണം ഇയാൾ പിടിയിലായപ്പോൾ പോലും പറഞ്ഞിരുന്നത് കുടുംബാംഗങ്ങളെ അടക്കം, അതായത് സ്വന്തം ഭാര്യയെയും മകളെയും അടക്കം കൊല്ലാൻ ഇയാൾക്ക് പദ്ധതി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കിയത്. ആ സാഹചര്യത്തിൽ പ്രതിക്ക് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ഈ നാട്ടുകാരും കുടുംബക്കാരും ആഗ്രഹിക്കുന്നില്ല. കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ നമ്മോട് പ്രതികരിച്ചപ്പോഴും ഇന്നലെ അവരും അത് തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ ഒപ്പം ഇപ്പോ ഈ പ്രതി വധഭീഷണി മുഴക്കിയിരുന്ന പുഷ്പ ചേച്ചിയുണ്ട്. ഈ പ്രതി 5 പേർക്കെതിരെയാണ് വധഭീഷണി മുഴക്കിയിരുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അയൽവാസിയായ പുഷ്പ ആയിരുന്നു. ചേച്ചി, ഇപ്പൊ പ്രതിനെ പിടിച്ചു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ആശ്വാസമായോ? ആശ്വാസം ആകണു പറഞ്ഞ എന്താ ആശ്വാസം ആകണു? ഇവര് വിടാതിരിക്കണം. നീ വിട്ടാ ഇതേ തന്നെ കണ്ടീഷൻ പറയണ കേൾക്കണ്ട. ഇതേ തന്നെയാണ് ഇവര് ചെയ്ത് വിട്ടിട്ടാണ്. നീ വിട്ടാ ഞങ്ങൾക്ക് ഇത് തന്നെ. ഇപ്പൊ ആരെയും ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അയാളെ പ്രതീക്ഷ പറഞ്ഞത് ചെയ്യും. ചെയ്തത് അവര് 3 പേരും ചെയ്തില്ലേ? ഇപ്പൊ ഈ 2 ദിവസം വലിയ പേടിയിലായിരുന്നില്ലേ ചേച്ചി? തൊട്ട് ഫ്രണ്ടിലായിരുന്നു വീട്, പക്ഷെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല, മറ്റു വീടുകളിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോ ഈ പേടിച്ച് ജീവിച്ച ആ ഒരു പേടിച്ച് തന്നെ ജീവിച്ചത്. ഇപ്പൊ 2 മാസക്കാലം ഈ പേടിച്ചിട്ട് തന്നെ ജീവിച്ചിരിക്കുന്നത്. അയാള് പറഞ്ഞല്ലോ ആദ്യത്തെ പ്രതി ഞാനാണ്. അപ്പൊ അവര് 2 പേര് കൊല ചെയ്യുമ്പോ ഞാനും ഉണ്ടെങ്കിൽ എന്നെയും കഴിച്ചില്ലേ? ഞാൻ എന്താ തരനാട് നിരക്കി രക്ഷപ്പെട്ട കാലം ഞാൻ രക്ഷപ്പെട്ടു. ഇതുപോലെ തന്നെയാണ് 2ാമത്തെ ഇതുമാണ്. നീ 3ാമതായി വിട്ടാൽ കറക്റ്റ് തന്നെ എന്നെയാണ് ആദ്യത്തെ ഇത്. ശരിയാക്കാതിരിക്കുകയില്ല.
നൽകണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം എന്തായാലും നിയമപ്രകാരം പോവുകയാണെങ്കിൽ അതെല്ലാം പറ്റൂ, അത് ചെയ്യുക തന്നെ വേണം. ഒരിക്കലും ഞങ്ങളുടെ കണ്ണിൽ അയാളെ കാണരുത്. ശ്രീജ, അത് തന്നെയാണ് ഈ നാട്ടുകാരുടെ കണ്ണിൽ ഇനി അയാളെ കാണരുത് എന്നാണ് ഇവർക്ക് പറയാനുള്ളത്. കാരണം അത്രയേറെ രോഷം ഈ ജനങ്ങൾക്കുണ്ട്. കാരണം 2 ജീവനുകളാണ് ഒറ്റയടിക്ക് ഇല്ലാതായത്, 2 പെൺകുട്ടികളെ അനാഥമാക്കി. ഒപ്പം തന്നെ ഈ പോലീസിന് നേരെയുള്ള ഒരു രോഷം, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ പോലീസിന്റെ ഒരു അനാസ്ഥ ഈ നാട്ടുകാരടക്കം ആദ്യഘട്ടം മുതൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. ഒരുപക്ഷെ ഈ പരാതി നൽകിയിരുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ നാട്ടുകാരൊന്നാകെ ഒക്കെ പരാതി നൽകിയിരുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പോലീസ് ഒന്ന് കൃത്യമായി ഇടപെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ 2 ജീവനുകൾ ഇല്ലാതാവില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകം ഇവിടെ നടക്കില്ലായിരുന്നു. അങ്ങനെ പോലീസിനെതിരെ പോലും വലിയ രീതിയിലുള്ള ഒരു ജനരോക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് പോലീസ് ഇയാളെ പിടികൂടുന്നതും. അതും വളരെ കൃത്യമായി തന്നെ തിരച്ചിൽ അവസാനിപ്പിച്ചു എന്ന ഒരു ധാരണയുണ്ടാക്കിയതിന് ശേഷമാണ് ഈ പോലീസ് ഇയാളെ പിടികൂടുന്നത്. കാരണം പോലീസിനറിയാം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്രയധികം രോഷം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പിടികൂടുന്ന സമയത്ത് ഒരുപക്ഷെ ജനങ്ങളുടെ കയ്യിലാണ്, അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ കയ്യിലാണ് പ്രതിയെ കിട്ടുന്നതെങ്കിൽ ഈ പ്രതി ജീവനോടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പ്രതിയെ നാട്ടുകാർ കൈകാര്യം ചെയ്തേനെ എന്ന് ഒരു തോന്നലുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടതാണ് പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ അത്രയധികം ജനരോഷം ഉണ്ടാകുന്നതും പ്രതിയെ ജനങ്ങളിലേക്ക് വിട്ടു നൽകണം എന്ന് പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ കൃത്യമായി തന്നെയാണ് പോലീസ് ഈ പ്രതിയെ പിടികൂടിയത്. എന്തായാലും ഇന്ന് 10 മണിക്ക് ആലത്തൂർ ഡിവൈഎസ്പി മാധ്യമങ്ങളെ കണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. ഈ സുധാകരന്റെ മക്കളെ ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു, ഈ സമീപത്തെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുട്ടികളെ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്, മറ്റു ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് സുധാകരന്റെ മക്കളെ. എന്തായാലും വധശിക്ഷ അത് തന്നെ, അതിൽ കുറഞ്ഞതൊന്നും പ്രതിക്ക് കൊടുക്കരുത്, കാരണം അയാൾ അത് അർഹിക്കുന്നില്ല. ഇന്നലെ പ്രതിയെ പിടികൂടിയപ്പോൾ പോലും ഒരു തരത്തിലുള്ള കുറ്റബോധമോ മനസ്താപമോ ഒന്നും പ്രതിക്കുണ്ടായിരുന്നില്ല. ഇനിയും കൊല ചെയ്യും, കാരണം നേരത്തെ തന്നെ ഇന്നലെ നമ്മോട് സംസാരിച്ച ഈ പ്രതിയുടെ അമ്മാവൻ തന്നെ പറഞ്ഞതും അതാണ്. ഒരാളെ കൊന്നാലും 5 പേരെ കൊന്നാലും ഒരേ ശിക്ഷയാണ്, എന്നാൽ പിന്നെ 5 പേരെ കൊല്ലാം എന്ന നിലപാടായിരുന്നു ഈ പ്രതിക്കുണ്ടായിരുന്നത്. അത് അയാൾ വീണ്ടും വീണ്ടും പറയുകയും ചെയ്തു. ഭാര്യയും മകളും ഒപ്പം തന്നെ സുധാകരൻ ഈ നമ്മൾ സംസാരിച്ച പുഷ്പചേച്ചി അടക്കം 5 പേരെയാണ് ഈ പ്രതി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നത്. ഈ പുഷ്പചേച്ചി ആ സമയത്ത് ഈ കൊലപാതകം സുധാകരനെ അടക്കം ഇയാൾ കൊലപ്പെടുത്തുന്ന സമയത്ത് പള്ളിയിലേക്ക് പോയതുകൊണ്ട്, സ്ഥലത്തില്ലാതിരുന്നതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ സുധാകരന്റെ മകൾ അഖില പേടിച്ചിട്ട്, ഈ പ്രതിയെ പേടിച്ചിട്ട് ഇങ്ങോട്ട് വരാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടിയും രക്ഷപ്പെട്ടു. ഒരുപക്ഷെ അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇരട്ട കൊലപാതകത്തിൽ ആവില്ല കലാശിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഈ നാടിന് നഷ്ടപ്പെടുക 2 പേരെ മാത്രമായിരിക്കില്ല. അക്കാര്യമാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് ഏറ്റവും വലിയ ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്നാണ് ഈ കുടുംബത്തിന്റെയും ആവശ്യം. ഒപ്പം തന്നെ ഈ പ്രതിക്ക് ജാമ്യത്തിൽ ഉൾപ്പെടെ ഇറങ്ങാൻ സഹായം ചെയ്തത് സ്വന്തം അമ്മയും സഹോദരങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവരുടെയൊക്കെ പ്രതികരണങ്ങൾ ഇനി ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും അല്പസമയത്തിന് 10 മണിയോടുകൂടി തന്നെ ഡിവൈഎസ്പി മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീജ, അങ്ങനെയാണ് വിവരങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടി അനുമോദിലേക്ക്. അനുമോദ്, ഈ നാട്ടുകാർ ഇന്നലെ വരെ എങ്ങനെയായിരുന്നു അവരുടെ ഒരു ആശങ്ക എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരാൾക്ക് പോലും ഇയാളെ പറ്റി മറിച്ചൊരു അഭിപ്രായമില്ല. ആദ്യത്തെ ദിവസം ഈ കൊലപാതകം നടന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ തൊട്ട് അവിടെ എല്ലാവരും ഒരുപോലെ പറയുന്നത് ഇയാൾ എത്രത്തോളം ക്രൂരനാണ് എന്നതിനെ കുറിച്ചാണ്. പക്ഷെ ആ ദൃശ്യങ്ങൾ നോക്കൂ, യാതൊരു കുലുക്കവുമില്ലാതെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ദുർബലനായ മനുഷ്യൻ, കുറച്ച് പ്രായമുള്ള ഒരു ദുർബലനായ മനുഷ്യൻ, ഇതാണ് അദ്ദേഹത്തെ കാണുമ്പോൾ, ഇയാളെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇത്രയേറെ ക്രൂരത, ഇപ്പം ഷംന പറഞ്ഞതുപോലെ ഒരാളെ കൊന്നാലും 5 പേരെ കൊന്നാലും ഒരേ ശിക്ഷയാണെങ്കിൽ പിന്നെന്താണ് മടി എന്ന് കരുതുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് അവിടെയും വലിയ പ്രതിഷേധം ഉണ്ടാകാൻ ഇനി സാധ്യതയില്ലേ? ഈ ശ്രീജ, ചോര കണ്ട അറപ്പുമാറുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ശരിക്കും ഇയാളുടെ കാര്യത്തിൽ അങ്ങനെ പറയുന്നത് ആലങ്കാരികമല്ല, അതൊരു വസ്തുതയാണ്. കാരണം ഇയാളുടെ ഒരു സ്വഭാവ സവിശേഷതകളൊക്കെ നമ്മൾ 2 ദിവസമായിട്ട് കൃത്യമായിട്ട് പറയുന്നതാണ്. ഒരു തരം മാനസിക അല്ലെങ്കിൽ മാനസിക നിലയിലുള്ള ആളാണ്.
തൻ്റെ ജീവിതം നശിപ്പിച്ചത് അല്ലെങ്കിൽ തനിക്കെതിരെ ദുർമന്ത്രവാദം ചെയ്തത്, കൂടോത്രം ചെയ്തത് ഇവരാണെന്ന് പറയുകയും വിശ്വസിക്കുകയും അതിനെ തുടർന്ന് ഒരു സ്ത്രീയെ കൊല്ലുകയും തുടർന്ന് അതേ കുടുംബത്തിലുള്ളവരുടെ മനസ്സിൽ വൈരം സൂക്ഷിക്കുകയും അവരെ 4 വർഷത്തിനിപ്പുറം അവരുടെ കുടുംബത്തിൽ കയറി 2 പേരെ വെട്ടിക്കൊല്ലുകയും ഒരു തരത്തിലും മനസാക്ഷിയുടെ മനുഷ്യത്വത്തിൻ്റെ ഒരു തരിമ്പ് പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഇയാളെന്ന് എല്ലാ അർത്ഥത്തിലും നമുക്ക് പറയാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ഒരാളെ പൊതുസമൂഹം എങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊക്കെ ഉള്ളിൽ ഒരു മനസാക്ഷിയുണ്ട്, ഒരു മനുഷ്യത്വമുണ്ട്. പക്ഷേ ആ 2 കുട്ടികളെ മുഴുവൻ അനാഥരാക്കി അവർക്കിനി ആരുമില്ല എന്നുള്ള അവരുടെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആർക്കാണെങ്കിലും തോന്നുന്ന വികാരം തന്നെയാണ് ജനങ്ങളൊക്കെ ആ ഒരു മേഖലയിൽ നിന്ന് പങ്കുവച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ രാവിലെ കാണുന്ന നോക്കൂ, ഇവിടെയൊക്കെ ആളുകൾ ഈ പല ഭാഗത്തുനിന്നായിട്ട് വന്നവരാണ്. ഇവരൊക്കെ സ്വാഭാവികമായിട്ടും ഈ ഒരു കൊലപാതകം ഇവരുടെയൊക്കെ മനസ്സിലുണ്ടാക്കിയത് അത്രയും വലിയ ഒരു ഞെട്ടലായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ആലത്തൂരുകാരല്ലാത്തവരൊക്കെ രാവിലെ ഇത്രയും ദൂരം ഇവിടേക്ക് എത്തും. നമുക്കൊരു പക്ഷേ അവരൊക്കെ പ്രതികരിക്കുമെന്ന് അറിയില്ല. നമുക്കൊന്ന് അവരോട് സംസാരിച്ച് നോക്കാം. ഇവരൊക്കെ ഇവിടുന്ന് വന്നവരാണെന്ന് അറിയില്ല. ചേട്ടാ, ഇവിടുത്തുകാരനാണോ നിങ്ങൾ? എന്താണ് ഈ പ്രതിയെ പിടിച്ച് വിടേണ്ടതെന്നാണ് പറയുന്നത്? അറിയില്ല. നിങ്ങൾ ഇത് കണ്ട എല്ലാവരും കൂടി വന്നപ്പോൾ ഒന്നാണ്. നിങ്ങളൊക്കെ ഇവിടുത്തുകാരാണോ? ഇവിടുത്തുകാരാണ്. ഇന്നലെ പ്രതിയെ വിടേണ്ടത് അറിഞ്ഞു വന്നാണോ ഈ രാവിലെ? അല്ലല്ല, ഞങ്ങൾ നടക്കാറിങ്ങിയപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ട് വന്നോ. ഇന്നലെ വലിയ തോതിൽ ജനരോഷമൊക്കെ ആൾക്കെതിരെ ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ ഇന്നലെ കുറച്ച് ബിസി ആയിരുന്നു. ഞാൻ നന്മ അവിടെയുള്ളതാണ്, നന്മ അതിലൂരുള്ളതാണ്. വല്ലാത്തൊരു വികാരമായിരുന്നില്ലേ? അതെ അതെ, പറഞ്ഞിട്ട് എന്താ ചെയ്യുക, ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇത് ഭയങ്കര വിഷമമുണ്ട്, ഭയങ്കര വിഷമമാണ്. 2 കുട്ടികൾ അനാഥമായി. എന്താ ചെയ്യുക, ഇനി നിയമത്തിൻ്റെ വഴിക്ക് വിടുക, അത്രേ ഉള്ളൂ. നമ്മൾ പിന്നെ ഇനി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ചെയ്യാൻ പറ്റില്ല. രാത്രി സ്റ്റേഷൻ മുമ്പിൽ ആൾക്കാർ വികാരഭരിതമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, അതൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അത് പോലീസിൻ്റെ ഇനി നിയമത്തിൻ്റെ വഴിക്ക് വിടുക. ഇനി ആൾ പുറത്തിറങ്ങാതെ നിയമം അതിനുള്ള വഴിയൊരുക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മുഴുവൻ ഉള്ളിലിടുക അല്ലെങ്കിൽ പരമശിക്ഷ കൊടുക്കുക, അതാണ് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം. അതേ ഉള്ളൂ. നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നിയമം കയ്യിലെടുക്കാനുള്ള ഒരു ഇതും നമ്മൾ പൊതുജനങ്ങൾക്കില്ല. അതങ്ങനെ. ചേട്ടാ, ഇവിടുത്തെ ആലത്തൂരാണോ നിങ്ങൾ ഇവിടെ? അതോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അതിനെപ്പറ്റി അറിയില്ല. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. അറിഞ്ഞിരുന്നില്ലേ? വാർത്ത അറിഞ്ഞിരുന്നു. പുറത്തിറങ്ങാതെ പൂട്ടണം എന്താണ് എൻ്റെ അഭിപ്രായം? പിന്നെ കൊന്ന് സൗദി അറേബ്യയുടെ നിയമങ്ങൾ ഇങ്ങനെ വന്നാലേ അടുത്ത ആൾക്ക് ഇവിടെ വരാൻ പറ്റാണ്ടാവുകയുള്ളൂ. എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്. സൗദി അറേബ്യയുടെ നിയമം കേരളത്തിലും വരണം, ഇന്ത്യയിലും വരണം. അതാണ് എൻ്റെ അഭിപ്രായം. വേറൊരു രണ്ടാമത്തെ അഭിപ്രായം എനിക്ക് പറയാനില്ല. അത് അത്രയും മാത്രം ഉള്ളുന്നാണ് ഈ അഭിപ്രായങ്ങളൊക്കെ വരുന്നത്. നമ്മൾ പല തെറ്റുകളൊക്കെ ഉണ്ടാകും മനുഷ്യനാണ്. നിങ്ങൾ ക്രൂരത ചെയ്തത് വലിയ ഇത് തന്നെയാണ്, സഹിക്കാൻ പറ്റുന്നതല്ല. ചേട്ടൻ എടുത്തുകാരനാണോ അകത്തൂരാണോ ഈ പ്രതിയെ പിടിച്ചറിഞ്ഞിരുന്നു? അന്ന് പേപ്പർ ന്യൂസിലൊക്കെ കണ്ടു, രാവിലെ പേപ്പർ നോക്കിയപ്പോൾ കണ്ടിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാതെ വിഷമിപ്പിച്ചൊരു സംഭവമായിരുന്നു. തീർച്ചയായിട്ടും എന്താണ് തോന്നുന്നത്? എന്ത് ശിക്ഷ കൊടുക്കണമെന്നാണ് നിങ്ങൾക്ക്? അത് നിയമപരമായിട്ട് എന്ത് ശിക്ഷ കൊടുക്കാൻ പറ്റും അത് കൊടുക്കട്ടെ, അത്രേ നമുക്ക് പറയാനുള്ളൂ. അതെ അതെ, അലത്തൂരുള്ള ഏറ്റവും വലിയ ശിക്ഷ വധശിക്ഷ തന്നെ കൊടുക്കണം. ഇനി ഒരാൾക്കും ഈ അനുഭവം ഉണ്ടാവാൻ പാടില്ല. ഒരു കുടുംബവും അനാഥയാവാൻ പാടില്ല. അതിന് തക്കതായ നിയമത്തിനനുസരിച്ചുള്ള വധശിക്ഷ തന്നെ കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ വാർത്തയുടെ വല്ലാതെ വിഷമം തോന്നിയില്ലേ? പിന്നെ വല്ലാതെ ഫീൽ ചെയ്തു. ഇതുപോലൊരു നമ്മുടെ ഈ പരിസരത്ത് നമ്മൾ ഇതുവരെ ഇങ്ങനെ കേട്ടുകേൾവില്ലാത്തൊരിതാണ്. അതുകൊണ്ട് മാക്സിമം ശിക്ഷയും എന്നുള്ള രീതിയിൽ വധശിക്ഷ തന്നെ കൊടുക്കണം, അതാണ് ആഗ്രഹം. അല്ല, വളരെയേറെ വിഷമമുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നലെ രാത്രി TV കണ്ടില്ല, ഉറങ്ങിയിട്ടില്ല. ഇയാളുടെ ഈ ദുഷ്ടപ്രവർത്തനം കാരണം ഈ കാണുന്ന ഈ ഏരിയയിലുള്ള എല്ലാ ജനങ്ങളും, കേരളത്തിലുള്ള ജനങ്ങളും വലിയ മനപ്രയാസത്തിലാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു ഇളവും നിയമത്തിൽ കൊടുക്കാൻ പറ്റില്ല എന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. അതാണ് ശ്രീജ, എല്ലാവർക്കും പങ്കുവെക്കാനുള്ളത് ഇതേ വികാരമാണ്. നിയമപരമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇയാൾക്കെതിരെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം തന്നെ ചെയ്യണം. ഒരു തരത്തിലും ഇനി പുറത്തിറങ്ങി ഇയാൾ മറ്റൊരു തരത്തിൽ ഒരു ആക്രമണത്തിന് സാഹചര്യം ഒരുക്കരുത് എന്ന വികാരമാണ് എല്ലാവരും തന്നെ പങ്കുവെക്കുന്നത്. പക്ഷേ പോലീസിനോട് അവിടെയുള്ളവർക്ക് നല്ല വിരോധമുണ്ട്, അല്ലെങ്കിൽ പോലീസിന്റെ ഒരു അശ്രദ്ധ കാരണമാണ് ഇങ്ങനെ 2 ജീവൻ കൂടി പോയത് എന്നൊരു തോന്നൽ അവർക്കുള്ളപ്പോൾ പോലും അവർ ഇയാളെ പിടികൂടാൻ വേണ്ടി പോലീസിനൊപ്പം രാത്രി വരെ നിന്ന മുഴുവൻ സമയവും ആ നാട്ടുകാരാണ് തെരച്ചിലിന് നിന്നത്. ഇന്നലെ രാത്രി തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അത് പറയുന്നുമുണ്ടായിരുന്നു. ഇന്നലെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പോലീസിന് ഇത്രയേറെ പോലീസിനോട് അവർക്ക് പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ പോലും അവർ കാണിച്ച ആ ഒരു ജാഗ്രത എത്രത്തോളം ഉണ്ടായിരുന്നു?
തീർച്ചയായും ശ്രീജ, അത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ പോലീസിന് നേരെ വലിയ രീതിയിലുള്ള ഒരു രോഷം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാരണം പലപ്പോഴായി ഈ നാട്ടുകാർ പരാതി നൽകിയതാണ്. ഈ ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയ സമയം മുതൽ തന്നെ പരാതിപ്പെടുന്നുണ്ട്. ഇയാൾ ഇനിയും നാട്ടുകാരെ കൊല്ലും, അല്ലെങ്കിൽ ഈ കുടുംബത്തിന് നേരെ ഇനിയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കൃത്യമായ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആദ്യം നാട്ടുകാർ ചെന്ന് പരാതി പറയുന്നു. പിന്നീട് കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ ചെന്ന് പരാതി പറയുന്നു. വീണ്ടും നാട്ടുകാർ ഒന്നിച്ചു ചെന്ന് പരാതി നൽകുന്നു. പക്ഷെ അതിലൊന്നും നടപടി ഉണ്ടായില്ല. ഒരിക്കൽ മാത്രം ഈ പ്രതിയെ വിളിച്ച് ഒന്ന് ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് താക്കീത് ചെയ്ത് വിട്ടയച്ചു. അതിനപ്പുറം ഒരു കൊലക്കേസിലെ പ്രതി ജാമ്യത്തിലിറങ്ങി ഈ നാട്ടുകാർക്കെതിരെ വധഭീഷണി മുഴക്കുന്നു. അതൊരു ഗൗരവമായി പോലീസ് എടുത്തിട്ടേയില്ല. അതിന്റെ ഒരു രോഷം അത് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിൽ തന്നെ പോലീസ് ഈ നാട്ടുകാർ പറയുന്നത് ഒരു പക്ഷേ അന്ന് പോലീസ് ഒന്ന് കൂടെ നിന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ പരാതിയെ ഒന്ന് ഗൗനിച്ചിരുന്നെങ്കിൽ ഈ കൊലപാതകങ്ങൾ ഇവിടെ നടക്കില്ലായിരുന്നു, അല്ലെങ്കിൽ ആ 2 പെൺകുട്ടികൾ അനാഥരാകില്ലായിരുന്നു എന്ന് നാട്ടുകാർ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന് എതിരെയുള്ള ഇവരുടെ ഈ ഒരു രോഷം, അല്ലെങ്കിൽ ഈ പോലീസ് കൂടെ നിന്നില്ല എന്ന ഇവരുടെ ഈ ആരോപണം അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് പിന്നീട് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ അപ്പോൾ പോലും ഈ പ്രതിയെ കണ്ടെത്താൻ വേണ്ടി ഈ പോലീസിന്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം ഈ പ്രതിക്ക് നമ്മൾ പറഞ്ഞ പോലെ ഇതാണ് ഈ പ്രതിയുടെയും കൊല്ലപ്പെട്ട സുധാകരന്റെയും ഒക്കെ വീടിന് സമീപമാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ആ കാണുന്നതാണ് നെല്ലിയാമ്പതി മലനിരകൾ. അവിടേക്കാണ് പ്രതി രക്ഷപ്പെട്ടത് എന്ന തരത്തിലാണ് ആദ്യഘട്ടം മുതൽ തന്നെ വാർത്തകൾ വന്നിരുന്നത്. ആ സമയത്ത് ഈ പ്രതിക്ക് കൃത്യമായി സ്ഥലം അറിയുന്നതാണ്. അല്ലെങ്കിൽ ആദ്യ കൊലപാതകം സജിതയെ 2019 കൊലപ്പെടുത്തിയതിനു ശേഷം പ്രതി ആ മലനിരകളിലേക്കാണ് ഓടി രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ഇവിടുത്തെ ഈ നാട്ടിലെ ഓരോ ഊടുവഴികളും അല്ലെങ്കിൽ ഈ മലനിരകളും അവിടുത്തെ വനമേഖലയൊക്കെ വളരെ കൃത്യമായി അറിയാമെന്ന് ഉള്ളത് കൊണ്ട് തന്നെ മറ്റു പുറത്തു നിന്നുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ വരുമ്പോൾ അവർക്ക് ഈ പ്രതിയെ പിടികൂടാൻ വളരെ ദുഷ്കരമായിരിക്കും, അല്ലെങ്കിൽ അത്രയും പെട്ടെന്ന് പ്രതിയിലേക്ക് എത്താൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടുകാർ അവർക്കും പ്രത്യേകിച്ച് ഈ പ്രതിയെ പോലെ തന്നെ ഒരുപക്ഷെ ഈ നാടിനെ വളരെ നന്നായി അറിയാം ഇവിടുത്തെ നാട്ടുകാർക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതി എത്രയും പെട്ടെന്ന് പിടികൂടണം എന്ന ലക്ഷ്യത്തോടു കൂടി പോലീസിനൊപ്പം എല്ലാ ഘട്ടത്തിലും രാത്രി, നമുക്കറിയാം ആദ്യ ദിവസമൊക്കെ രാത്രി മുഴുനീള തെരച്ചിലുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ പോലീസിനൊപ്പം ഊർജിതമായി തന്നെ പല സംഘങ്ങളായി തിരിഞ്ഞു തന്നെ ജനകീയ തെരച്ചിലിനായി നാട്ടുകാർ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ പോലീസിനോടുള്ള ഒരു രോഷം ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇനി ഒരു കൊലപാതകം ഇവിടെ നടക്കരുത്, ഈ പ്രതിയെ പിടികൂടണം, അത് മാത്രമായിരുന്നു ഈ നാട്ടുകാരുടെ ലക്ഷ്യം. ആ ഒരു ജാഗ്രത കൂടിയാണ് എന്തായാലും 48 മണിക്കൂറിനകം ഇയാളെ പിടികൂടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പക്ഷേ വലിയ ജനരോഷമാണ് ഇന്നലെ രാത്രി നമ്മൾ നെന്മാറയിൽ കണ്ടത്. അതിനുശേഷമാണ് ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് ഇയാളെ കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്തത്. ഇപ്പോഴും ആലത്തൂരിൽ ഈ രാവിലെ നേരം വെളുക്കുന്ന സമയമായിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ വിവരം അറിഞ്ഞ് ആളുകൾ പതിയെ തടിച്ചുകൂടുന്നുണ്ട്. അതുകൊണ്ട് പോലീസിന് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇന്നവിടെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ. അത്രയേറെ ക്രൂരനായ ഒരു മനുഷ്യൻ, അത്രയേറെ മനുഷ്യത്വമില്ലാത്ത ഒരാൾ, അയാളെ ഒരു തവണ കണ്ട് ഒരു രോഷം പ്രകടിപ്പിക്കുക, ഒരു പക്ഷേ അവരുടെ മനസ്സിലുള്ള വികാരം പ്രകടിപ്പിക്കുക, അതിനുവേണ്ടിയാണ് ഈ ആൾക്കൂട്ടം വരുന്നത്. പോലീസിന് എന്തായാലും വലിയൊരു ശ്രമകരമായ ദൗത്യമായിരിക്കും ഇന്ന് അവിടെ ആളുകളെ നിയന്ത്രിക്കുക.